ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ലോക ചരിത്രത്തിൽ കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രത്തെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഏവർക്കും ഡീപ്പ് ലേണിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ഭാഗത്ത് പ്രധാനമായിട്ടും പഠിച്ചു മാറ്റുന്നത് എന്താണ് കമ്മ്യൂണിസം എന്നതിനെ പറ്റിയിട്ടാണ്. ആദ്യമായി പഠിക്കുന്നത്. രണ്ടാമതായി പഠിക്കുന്നത് കമ്മ്യൂണിസത്തിൻ്റെ പ്രധാന സവിശേഷതകളെ പറ്റിയിട്ടാണ്. മൂന്നാമതായി പഠിക്കുന്നത് കമ്മ്യൂണിസത്തിൻ്റെ പ്രധാന ബ്രാഞ്ചുകളെ പറ്റിയിട്ടാണ്. നാലാമതായി പഠിക്കുന്നത് കമ്മ്യൂണിസവും കമ്മ്യൂണലിസവും സോഷ്യലിസവും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയിട്ടാണ്. ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ പ്രധാനമായിട്ടും പഠിച്ചു മാറ്റാൻ വേണ്ടി പോകുന്നത് എന്താണ് കമ്മ്യൂണിസം എന്നതിനെ പറ്റിയിട്ടാണ്. എന്താണ് കമ്മ്യൂണിസത്തിൻ്റെ സവിശേഷതകൾ എന്നതിനെ പറ്റിയിട്ടാണ്. കമ്മ്യൂണിസത്തിൻ്റെ വിവിധ ബ്രാഞ്ചുകളെ പറ്റിയിട്ടാണ്. കമ്മ്യൂണിസവും കമ്മ്യൂണലിസവും സോഷ്യലിസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പഠിച്ചു മാറ്റുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കമ്മ്യൂണിസത്തെ പറ്റിയിട്ട് പഠിക്കാം. 19-ാം നൂറ്റാണ്ടിൽ കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ചേർന്ന് രൂപീകരിച്ച ഒരു രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക പ്രത്യയശാസ്ത്രമായിരുന്നു കമ്മ്യൂണിസം എന്ന് പറയുന്നത്. കമ്മ്യൂണിസം സാമ്പത്തിക ചൂഷണത്തെയും വർഗസംഘർഷവും ഇല്ലാത്ത ഒരു സമൂഹത്തെ വിഭാവനം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സമൂഹത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രമാണ് എന്തെന്ന് പറയുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. എന്താണ് സാമ്പത്തിക ചൂഷണം? നമുക്കിതിനെ പറ്റിയിട്ടൊന്ന് പഠിക്കാം. സാമ്പത്തിക ചൂഷണവും വർഗസംഘർഷവും എന്താണ് എന്ന് പഠിക്കാം. ഒരു സമൂഹത്തിൽ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം യൂറോപ്പിൽ രൂപം കൊണ്ട രണ്ട് സമൂഹങ്ങളായിരുന്നു, അല്ലെങ്കിൽ രണ്ട് വർഗങ്ങളായിരുന്നു, മുതലാളിമാരും തൊഴിലാളിമാരും. ഇതിൽ മുതലാളിമാർ എന്നറിയപ്പെടുന്ന വർഗം അല്ലെങ്കിൽ ക്ലാസ് എല്ലാ കാലവും തൊഴിലാളിമാരെ ചൂഷണം ചെയ്ത് സാമ്പത്തികമായിട്ടുള്ള ലാഭം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഇത്തരത്തിലുള്ള രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഒരു വർഗത്തെ, ഒരു ക്ലാസ്സിനെ മറ്റൊരു ക്ലാസ് എപ്പോഴും എന്ത് ചെയ്യും? ചൂഷണത്തിന് വിധേയമാക്കും. ഇതാണ് ചൂഷണത്തിനുള്ള പ്രധാന കാരണങ്ങളെന്ന് ആര് പറഞ്ഞു വെച്ചു? കാൾ മാർക്സും ഏംഗൽസും പറഞ്ഞു വെച്ചു. ഈ വർഗസംഘർഷവും സാമ്പത്തിക ചൂഷണവും ഇല്ലാത്ത ഒരു സമൂഹം രൂപപ്പെടുത്തുന്നതാണ് കമ്മ്യൂണിസത്തിൻ്റെ ലക്ഷ്യമെന്നും അവരെന്ത് ചെയ്തു? പറഞ്ഞു വെച്ചു. ഇതിനു വേണ്ടിയിട്ട് അവർ ചെയ്തത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു വെച്ചത് ഇങ്ങനെയായിരുന്നു: എല്ലാ ഉൽപാദന മാർഗങ്ങളും പൊതു ഉടമസ്ഥാവകാശത്തിൽ ഉള്ളതായിരിക്കണം. ഇതോടുകൂടി ക്ലാസുകൾ തമ്മിലുള്ള സംഘർഷം, അല്ലെങ്കിൽ സമൂഹത്തിൽ ക്ലാസുകൾ തന്നെ, വർഗങ്ങൾ തന്നെ ഇല്ലാതാകും എന്ന് പറഞ്ഞു വെച്ചു. ഒപ്പം തന്നെ ഒരു രാജ്യത്തിൻ്റെ എല്ലാ സമ്പത്തും വിഭവങ്ങളും തുല്യമായി പങ്കിടണം, ആ നാട്ടിലെ ജനങ്ങൾക്ക് തുല്യമായി പങ്കിടണം എന്ന് പറഞ്ഞു വെച്ചു. കമ്മ്യൂണിസം സ്വകാര്യ ഉടമസ്ഥാവകാശത്തിനെ പൂർണ്ണമായും നിർത്തലാക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം കൂടി ആണ്. നമ്മൾ അടുത്ത് പഠിക്കുന്നത് കമ്മ്യൂണിസത്തിൻ്റെ പ്രധാന സവിശേഷതകളെ പറ്റിയിട്ടാണ്. കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷതകളിലൊന്നാണ് സ്വകാര്യ സ്വത്ത് നിർത്തലാക്കുക എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭൂമി അഥവാ ലാൻഡ്, ഫാക്ടറി തുടങ്ങിയ ഉൽപാദന മാർഗങ്ങളെല്ലാം തന്നെ സമൂഹത്തിൻ്റെ കൂട്ടായ ഉടമസ്ഥതയിലായിരിക്കും, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലായിരിക്കും. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന സാധനം ആബ്സെൻ്റ് ആയിരിക്കും. ഇവിടെ എല്ലാ ഉൽപാദന മാർഗങ്ങളും എന്തിൻ്റെ കീഴിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ആ രാജ്യത്തിൻ്റെ പൊതുവായ ഉടമസ്ഥതയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കമ്മ്യൂണിസത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് പുരോഗമന നികുതി എന്ന് പറയുന്നത്. പുരോഗമന നികുതി എന്ന് പറയുന്നത് ഇവിടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നികുതിയായിരിക്കും ആൾക്കാരുടെ കയ്യിൽ നിന്നും രാഷ്ട്രക്ഷേമത്തിന് വേണ്ടിയിട്ട് ഈടാക്കുന്നത്. വരുമാനം കൂടിയ ആളുടെ കയ്യിൽ നിന്ന് കൂടിയ നികുതിയും കുറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് കുറഞ്ഞ നികുതിയും എന്ത് ചെയ്യും? സ്വീകരിക്കും. ഇപ്രകാരം സാമൂഹ്യക്ഷേമം, ഈ നികുതി ഉപയോഗിച്ച് സാമൂഹ്യക്ഷേമം നടപ്പിലാക്കും. ഇതിനെ പുരോഗമന നികുതി എന്ന് പറയുന്നു. പുരോഗമന നികുതി കമ്മ്യൂണിസത്തിൻ്റെ മറ്റൊരു സവിശേഷതകളിൽ പെടുന്നതാണ്. മൂന്നാമത്തെ പ്രത്യേകത, കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യേകതയാണ് പൈതൃകത്തിൻ്റെ അവസാനമെന്ന് പറയുന്നത്. നമ്മൾ ഫ്യൂഡലിസത്തിലൊക്കെ കാണുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. ഫ്യൂഡലിസം എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഹെറിഡിറ്ററി അവകാശങ്ങളെ അഥവാ പൈതൃക അവകാശങ്ങളെ എന്ത് ചെയ്യുന്നതായിരുന്നു? പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നായിരുന്നു. എന്താണ് പൈതൃക അവകാശം എന്ന് പറയുന്നത്? പ്രഭുവിൻ്റെ മകൻ പ്രഭുവായും കർഷകൻ്റെ മകൻ കർഷകനായിട്ട് നിൽക്കുന്നതിനെയാണ് പൈതൃകം എന്ന് പറയുന്നത്. പൈതൃകത്തിലൂടെ കടന്നു പോകുന്ന ഒന്നെന്ന് പറയുന്നത്. ഇവിടെ അതില്ല. ഇവിടെ എല്ലാ ജനങ്ങളെയും
ഒരുപോലെ കാണുന്നു. ഏതൊരു ജനത്തിനും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിൽ അവന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഹാർഡ് വർക്കിലൂടെ കഠിനാധ്വാനത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. പൈതൃകം എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. പൈതൃകത്തിലൂടെ കിട്ടുന്ന പ്രധാന അവകാശങ്ങൾ ഇവിടെ എന്താണ്, ആബ്സെൻ്റ് ആണ്. കമ്മ്യൂണിസത്തിൻ്റെ 4ാമത്തെ സവിശേഷതയാണ് ധനകാര്യത്തിൻ്റെ രാഷ്ട്രീയ നിയന്ത്രണം. അതായത് ഒരു സമൂഹം പ്രവർത്തിക്കുന്നത് പൊതുനേട്ടത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ വ്യക്തിഗത നേട്ടങ്ങൾ എന്ന് പറയുന്ന സാധനമില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളെയും രാഷ്ട്രക്ഷേമത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. 4ാമത്തെ സവിശേഷതയാണ് തൊഴിലിൻ്റെ തുല്യമായ വിതരണം. തൊഴിലിൻ്റെ തുല്യമായ വിതരണം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും തൊഴിലിലൂടെ അല്ലെങ്കിൽ വ്യവസായത്തിലൂടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സംഭാവന ചെയ്യുന്നതാണ് തൊഴിലിൻ്റെ തുല്യമായ വിതരണം എന്ന് പറയുന്നത്. അടുത്ത പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ആശയവിനിമയത്തിൻ്റെയും ഗതാഗതത്തിൻ്റെയും സംസ്ഥാന ഉടമസ്ഥാവകാശമാണ്. അതായത് ഒരു സമൂഹത്തിലെ സുപ്രധാനമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ എല്ലായ്പ്പോഴും പൊതു ഉടമസ്ഥതയിലായിരിക്കും. ആശയവിനിമയവും ഗതാഗതവും സംസ്ഥാനത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലായിരിക്കും, അഥവാ സ്റ്റേറ്റിൻ്റെ ഉടമസ്ഥാവകാശത്തിലായിരിക്കും എന്നത് കമ്മ്യൂണിസത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. 6ാമത്തേത് സൗജന്യവും തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് നിർബന്ധിത പൊതുവിദ്യാഭ്യാസം ലഭ്യമാണ്. ഒരു ചൂഷണരഹിത സമൂഹം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി ബാലവേല പോലുള്ള സാധനങ്ങളെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ നിരോധിക്കുന്നു. പ്രധാനപ്പെട്ട 7ാമത്തെ കമ്മ്യൂണിസത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഗ്രാമങ്ങൾക്കും നഗരപ്രദേശങ്ങൾക്കും തുല്യമായിട്ടുള്ള രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. ഗ്രാമങ്ങൾക്കും നഗരപ്രദേശങ്ങൾക്കും സമത്വം അല്ലെങ്കിൽ ഇക്വാലിറ്റി അധിഷ്ഠിതമായിട്ടുള്ള ശ്രദ്ധ എന്ത് ചെയ്യുന്നു, സർക്കാർ കൊടുക്കുന്നു. ഇതിനാണ് എന്തെന്ന് പറയുന്നത് 7ാമത്തെ സവിശേഷത എന്ന് പറയുന്നത്. 8ാമത്തെ സവിശേഷത എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ ഉടമസ്ഥതയിലായിരിക്കും ഭൂമിയുള്ളത്. മണ്ണിൻ്റെ ഗുണനിലവാരം എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. സമൂഹത്തിന് ആവശ്യമില്ലാതെ അല്ലെങ്കിൽ ചുമ്മാതെ കിടക്കുന്ന ഭൂമിയിൽ എന്ത് ചെയ്യുക, ഉൽപ്പാദനത്തിനുള്ള വഴികൾ കണ്ടെത്തുക. ഇങ്ങനെയുള്ളതെല്ലാം ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിനെ നിയന്ത്രിക്കുന്ന സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തമായി കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്മ്യൂണിസത്തിൻ്റെ പ്രധാന സവിശേഷതകളെന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കമ്മ്യൂണിസത്തിൻ്റെ പ്രധാന ശാഖകളെ പറ്റിയിട്ടാണ്. അതിൽ 1ാമത്തെ ശാഖയാണ് മാർക്സിസം എന്ന് പറയുന്നത്. മാർക്സിസം എന്നത് മാർക്സിൻ്റെ പ്രധാന ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി രൂപീകരിക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തെയാണ് മാർക്സിസം എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിൽ തൊഴിലാളി, മുതലാളി എന്നിങ്ങനെയുള്ള 2 വർഗങ്ങളുണ്ട് എന്നും ഇതിൽ തൊഴിലാളിമാർ എല്ലാ കാലഘട്ടത്തിലും ചൂഷണത്തിന് വിധേയമാകുന്നു എന്നും ഈ തൊഴിലാളിമാരെ കൂട്ടിയതിനു ശേഷം വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുത്ത് അല്ലെങ്കിൽ തൊഴിലാളി വർഗ വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു വർഗരഹിത സമൂഹത്തെ രൂപീകരിക്കുക എന്നതാണ് മാർക്സിസം മുന്നോട്ട് വയ്ക്കുന്ന എന്തെന്ന് പറയുന്നത് ആശയമെന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. ഒന്നും കൂടി, മാർക്സിസം പറയുന്നത് ഒരു സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള എന്തുണ്ടായിരിക്കും, വർഗങ്ങളുണ്ടായിരിക്കും. ഈ വർഗങ്ങൾ തമ്മിൽ നിരന്തരമായിട്ടുള്ള സംഘർഷത്തിലായിരിക്കും. ഇതിൽ ചൂഷണം നേരിടുന്ന ഒരു സൊസൈറ്റിയെ അല്ലെങ്കിൽ ചൂഷണം നേരിടുന്ന ഒരു വർഗത്തെ എന്ത് ചെയ്യുക, സംഘടിപ്പിച്ചതിന് ശേഷം വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുക. അതിനുശേഷം അവരിലൂടെ ഒരു വർഗരഹിത സമൂഹത്തെ രൂപീകരിക്കുക. ഈ വർഗരഹിത സമൂഹം രാഷ്ട്രത്തിന് എന്ത് ചെയ്യുക, എല്ലാവരെയും ഈക്വലായി കണ്ട് എല്ലാവരെയും സമത്വത്തോടു കൂടി കണ്ട് രാഷ്ട്രത്തിൻ്റെ പുരോഗതിയിലോട്ട് നയിക്കുക എന്നുള്ളതാണ് മാർക്സിസം പറഞ്ഞു വയ്ക്കുന്ന ആശയമെന്ന് പറയുന്നത്. 2ാമത്തെ കമ്മ്യൂണിസത്തിൻ്റെ ശാഖയാണ് മാർക്സിസം ആൻഡ് ലെനിനിസം. മാർക്സിസവും ലെനിനിസവും വ്ളാഡിമിർ ലെനിൻ വികസിപ്പിച്ചെടുത്ത ഒരു ആശയമാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് ആശയമാണ് മാർക്സിസവും ലെനിനിസവും. ഇത് ജനാധിപത്യ കേന്ദ്രീകരണ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ മുന്നണി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രസ്ഥാനങ്ങളെ ഒരുമിച്ച് ചേർത്തതിന് ശേഷം രാജ്യത്തിന് എന്ത് ചെയ്യുക, അധികാരം പിടിച്ചെടുക്കുക. അതിനുശേഷം സമത്വം ഉറപ്പാക്കുന്ന, വർഗരഹിത സമൂഹം ഉറപ്പാക്കുന്ന ഒരു സൊസൈറ്റി എന്ത് ചെയ്യുക, രൂപീകരിക്കുക എന്നതാണ് മാർക്സിസവും ലെനിനിസവും പറഞ്ഞു വയ്ക്കുന്ന ആശയമെന്ന് പറയുന്നത്. 3ാമത്തേത് സ്റ്റാലിനിസമാണ്. സ്റ്റാലിനിസം ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന ഭരണാധികാരി രൂപീകരിച്ച
ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തെയാണ് സ്റ്റാലിനിസം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ഒരു സെൻട്രലൈസ്ഡ് ഭരണം അഥവാ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ഒരു ഭരണത്തെയാണ് എന്ത് ചെയ്യുന്ന റിപ്രസെൻ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ നിർബന്ധിത കൂട്ടായ്മയെയും വ്യക്തിത്വ പ്രഭാവത്തെയും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കീഴിലുള്ള ഭരണം ഉറപ്പാക്കുന്നതിനെയും സ്റ്റാലിനിസം എന്ത് ചെയ്യുന്നു? സ്റ്റാലിനിസം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളാണ്, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ആണ്. നാലാമത്തേതാണ് ട്രോട്സിസം എന്ന് അറിയപ്പെടുന്നത്. ട്രോട്സിസം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആശയം ലിയോൺ ട്രോട്സ്കി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു എന്ത് ചെയ്തിരുന്നത്? അവതരിപ്പിച്ചത്. ഇത് പൂർണ്ണമായിട്ടും സ്റ്റാലിനിസത്തെ എതിർക്കുന്ന ഒരാശയമായിരുന്നു എന്തെന്ന് പറയുന്നത് ട്രോട്സിസം എന്ന് പറയുന്നത്. ഇത് സ്റ്റാലിൻ്റെ ദേശീയതയെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? എതിർത്തു. സ്റ്റാലിൻ്റെ ദേശീയത ഇത് പൂർണ്ണമായിട്ടും എതിർത്തു. ഒപ്പം തന്നെ ഇത് ഇന്റർനാഷണൽ സോഷ്യലിസത്തെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമത്വത്തെ എന്ത് ചെയ്യുന്നതായിരുന്നു? റിപ്രസെൻ്റ് ചെയ്യുന്നതായിരുന്നു ട്രോട്സിസം എന്ന് പറയുന്നത്. മാവോയിസം എന്നാൽ ചൈനയിൽ ഉടലെടുത്ത ഒരു കമ്മ്യൂണിസ്റ്റ് ആശയമായിരുന്നു മാവോയിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ വക്താവ് എന്ന് പറയുന്നത് മാവോ സേതുങ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഇതിനെ കാർഷിക കാർഷിക വിപ്ലവമെന്നോ അറിയപ്പെടുന്നു. ഇവിടെ പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു വേർഡാണ് മാസ് ലൈൻ അഥവാ ബഹുജന രേഖ. മാവോയിസം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ടേമാണ് മാസ് ലൈൻ അഥവാ ബഹുജന രേഖ. ഇത് നേതാക്കളും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ജനങ്ങളും നേതാക്കളും പരസ്പരം എന്ത് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം? ഇടപെടലുകൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്ന ആൾക്കാരായിരിക്കണമെന്ന് മാവോയിസം എന്ത് ചെയ്തു? പറഞ്ഞു വെച്ചു. ഒന്നുകൂടി, മാവോയിസം എന്ന് പറയുന്നത് ചൈനയിൽ രൂപീകരിക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് ആശയമാണ്. ഇത് കാർഷിക സോഷ്യലിസം എന്നോ കാർഷിക വിപ്ലവം എന്നോ അറിയപ്പെടുന്നു. മാസ് ലൈൻ എന്ന് പറയുന്ന വാക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാവോയിസം എന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജനങ്ങളും നേതാക്കന്മാരും തമ്മിലുള്ള ബന്ധത്തെയാണ് മാസ് ലൈൻ എന്ന് പറയുന്ന അഥവാ ബഹുജന രേഖ എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവസാനം പഠിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് ശാഖയാണ് എന്തെന്ന് പറയുന്നത്? ഇടത് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഇടത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ലെനിനിസ്റ്റ് സ്റ്റാലിനിസ്റ്റ് ആശയങ്ങളെ എതിർക്കുകയും ആദ്യകാല മാർക്സിസ്റ്റ് ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെയാണ് ഇടത് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഇത് ആദ്യകാല കമ്മ്യൂണിസമാണ് കൂടുതൽ ശരിയെന്നും അതിലോട്ട് മടങ്ങിപ്പോകുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം കൂടെ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 3 ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയിട്ടാണ്. എന്താണ് സോഷ്യലിസം, എന്താണ് കമ്മ്യൂണിസം, എന്താണ് കമ്മ്യൂണലിസം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ടത്. സോഷ്യലിസം എന്ന് പറയുന്നത് സാമൂഹ്യക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സൊസൈറ്റിയുടെ വെൽഫെയർ അഥവാ സാമൂഹ്യക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സേവനങ്ങളും വിഭവങ്ങളുടെയും ഡിസ്ട്രിബ്യൂഷൻ പൊതുമേഖലയിൽ അഥവാ രാഷ്ട്രീയ ഉടമസ്ഥതയിലുള്ളതായിരിക്കണം എന്ന് പറഞ്ഞു വയ്ക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് സോഷ്യലിസം എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. ഒരു സമൂഹത്തിൻ്റെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങളും സേവനങ്ങളും പൊതു അല്ലെങ്കിൽ രാഷ്ട്രീയ ഉടമസ്ഥതയിലുള്ളതായിരിക്കണമെന്ന് എന്ത് പറഞ്ഞു വയ്ക്കുന്നു? സോഷ്യലിസം പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ കമ്മ്യൂണിസം പറഞ്ഞു വയ്ക്കുന്നത് എന്താണ്? ഒരു വർഗരഹിതവും രാഷ്ട്രീയരഹിതവുമായിട്ടുള്ള സൊസൈറ്റിയെ പറ്റിയിട്ടാണ്. രാഷ്ട്രരഹിതവും വർഗരഹിതവുമായ ഒരു സമൂഹത്തെ പറ്റിയിട്ട്, സമൂഹത്തിൻ്റെ രൂപീകരണത്തെ പറ്റിയിട്ടാണ് കമ്മ്യൂണിസം പറഞ്ഞിരിക്കുന്നത്. കമ്മ്യൂണിസത്തിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, അഥവാ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഇവിടെ കൂട്ടായ ഉടമസ്ഥ അവകാശമാണ് ഉള്ളത്. കൂട്ടായ ഉടമസ്ഥ അവകാശമാണ് കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി കമ്മ്യൂണലിസം എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെയോ വംശത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ജനങ്ങൾ എന്ത് ചെയ്യുന്നതാണ്? കൂട്ടിച്ചേർത്ത് രൂപീകരിക്കുന്ന സമൂഹത്തെയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഒന്നുകൂടി, സോഷ്യലിസം എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഡിസ്ട്രിബ്യൂഷൻ പബ്ലിക്കിൻ്റെ കയ്യിലോ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കയ്യിലോ ഉള്ളതിനെയാണ്, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതിനെയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. കമ്മ്യൂണലിസം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? വർഗസംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും
രാഷ്ട്രീയ ഉടമസ്ഥാവകാശം, രാഷ്ട്രീയരഹിതമായിട്ടുള്ളൊരു സമൂഹത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ആശയം ആബ്സെൻ്റ് ആണ്. ഇവിടെ സമൂഹം എന്ന് പറയുന്നത് കൂട്ടായ ഉടമസ്ഥതയിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു സംവിധാനമായിരിക്കും. കമ്മ്യൂണലിസം എന്ന് പറയുന്നത് ഒരു സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സമൂഹമാണ്. മതത്തിൻ്റെയോ വംശത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ അടിസ്ഥാനത്തിലായിരിക്കും കമ്മ്യൂണലിസം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അവരുടെ മതത്തെ, അവരുടെ വംശത്തെ അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തെ ആയിരിക്കും കൂടുതലായി എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത്രയുമാണ് കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. മറ്റൊരു വീഡിയോ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.